ഉത്തര കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത് ഷിലൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിപ്പോയ അർജുന്റെ ആ ഒരു ദുരന്തത്തിന് ശേഷം അതിന്റെയൊക്കെ നടുക്കം മാറുന്നതിന് മുൻപ് തന്നെ കേരളം മറ്റൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയായിരിക്കുകയാണല്ലേ. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറയുന്ന അതിമനോഹരമായ പ്രദേശങ്ങൾ പാടെ ഇല്ലാതായത് നിമിഷ നേരം കൊണ്ടാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി അല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ പാവപ്പെട്ട ഒരുപിടി മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലില്ല. എല്ലാവരെയും മണ്ണിടിച്ചിൽ എന്ന് പറയുന്ന ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന അതിഭീകരൻ പാടെ കൊണ്ടുപോയിരിക്കുന്നു. പലരുടെയും ഉറ്റവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയ ബാക്കിയുള്ളവർക്കായിക്കോട്ടെ തീരാ നഷ്ടവും അവരുടെയൊക്കെ കുടുംബത്തിലെ പലരുടെയും നഷ്ടപ്പെടലിന്റെ തീരാ വേദനയുമാണ്. ഒരുപക്ഷെ 2018 പ്രളയത്തിന് ശേഷം കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ഭയാനകമായ ഒരു ദുരന്തം തന്നെയായിരിക്കും ഈ വയനാട് ജില്ലയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ വീഡിയോസ് ഈ നമ്മൾ ന്യൂസ് ചാനലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ പാറ കഷ്ണങ്ങളുടെയും വലിപ്പം കാണുമ്പോൾ തന്നെ ഈ ഒരു ദുരന്തം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാനായി സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് മരണമടഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവരുടെയൊക്കെ മരണം അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും പകരമാവില്ല എന്നതറിയാം. എന്നാലും കേരളം പറ്റാവുന്നതിലും മാക്സിമം തന്നെ ആ ഒരു വയനാട് ജില്ലയെ പുനരാവർത്തിക്കാനായിട്ട് ആ ഒരു ജില്ലയെ പഴയപടി ആക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം എന്ന് പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നത്. തീർച്ചയായും കവളപ്പാറയും പെട്ടിമുടിയും നിപ്പയും കൊറോണയും കുത്തുമലയും എല്ലാം കണ്ടവരാണ് കേരളക്കാരെ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതും നമ്മൾ അതിജീവിക്കും. പക്ഷേ ഇത്രയൊക്കെ ഒരു ശക്തമായ മഴ പെയ്യുന്നു അല്ലെങ്കിൽ അതിശക്തമായ ഒരു കാലവർഷം വരുന്നതോടുകൂടി ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇന്ന് സ്വാഭാവികമായ ഒരു ഫാക്റ്റായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ ഒരു അതിശക്തമായ ഒരു മഴ വന്നാൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രളയം സംഭവിക്കും എന്നുള്ള ഒരു തോന്നലിലേക്ക് മനുഷ്യരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് പലരും നോർമലി ഉള്ളൊരു കാരണം അതിശക്തമായ മഴ ഉണ്ടാവുന്നതോടുകൂടി ഇത്തരത്തിൽ ലാൻഡ് സ്ലൈഡും പ്രളയവും ഒക്കെ ഉണ്ടാവുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ടെക്നിക്കലി ശാസ്ത്രീയപരമായി ചിന്തിക്കുന്ന സമയത്ത് വലിയൊരു റീസൺ തന്നെയുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. അതൊരു പക്ഷേ പാവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിലും പിടിപാടുള്ളവരും ഒക്കെ തന്നെ ഒരിക്കലും പാവങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് അറിയിക്കാത്ത അതിഭീകരമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണത്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഈ ഒരു വീഡിയോ എത്ര പേര് കാണും എന്നതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ കാണുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരാളിലേക്ക് കൂടി എത്തപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത് പ്രധാനമായിട്ടുള്ള ഒരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. സോ ആദ്യം തന്നെ അതിശക്തമായ ഒരു കാരണം അല്ലെങ്കിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നു. അതിനുശേഷം ഒരു മഴ. ഈ അതിശക്തമായ മഴയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴും ഇപ്പോൾ 2018 പ്രളയം വന്നു. അതിനുശേഷം ഒരുപാട് പലയിടത്തായിട്ട് ഒരുപാട് ഉരുൾപൊട്ടലും മറ്റുമൊക്കെ സംഭവിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിശക്തമായ കാരണം എന്നുള്ളത് അതല്ലാതെ തന്നെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് 2010 സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഒരു പാനലിനെ രൂപീകരിക്കണമെന്ന്. അങ്ങനെ ഈ ഒരു പാനലിന്റെ പേരാണ് വെസ്റ്റേൺ ഘട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നുള്ളത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ടിന് ഗാഡ്ഗിൽ റിപ്പോർട്ട് അഥവാ ഗാഡ്ഗിൽ കമ്മിറ്റി എന്നുള്ള പേര് വന്നത്. അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള ഒരു എക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാനലിന്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും. ആദ്യം തന്നെ ഈ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനാട് ഭൂപ്രദേശത്തിന്റെ ഹൈലാൻഡ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തെയും ഇന്ത്യയും ഒക്കെ ഇതുപോലെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വെസ്റ്റേൺ ഘാട്ട്. കാലാവസ്ഥാപരമായും പരിസ്ഥിതിപരമായും എക്കണോമിക്കലിയും ഒക്കെ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ് ഈ ഒരു പശ്ചിമഘട്ടം. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമുക്ക്
ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ്. അങ്ങനെ ഈ ഒരു വെസ്റ്റേൺ ഗാർഡിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെന്റ് പഠിക്കാനായിട്ട് ഒരു പാനലിനെ നിയോഗിക്കുന്നു. അങ്ങനെ ഈ ഒരു പാനൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ നടത്തിയതിനു ശേഷം 2010 മാർച്ച് മാസത്തിലാണ് ഈ ഒരു പാനൽ രൂപീകരിക്കപ്പെടുന്നത്. 2011 സെപ്റ്റംബർ മാസത്തിൽ സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയാണ്. 522 പേജുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അന്നത്തെ ആ ഒരു സമയത്ത് ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് ഈ ഇടുക്കി, വയനാട് തുടങ്ങിയ ഹൈലാൻഡ് ഏരിയാസിൽ ഇവിടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും അവിടെ കൃഷി ചെയ്യുന്നത് ഈ കാർഷിക വിളകൾ എന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളായ തേയില, കാപ്പി, റബ്ബർ, ഏലം, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകളും എസ്റ്റേറ്റും അത്തരത്തിലൊക്കെ ജീവിക്കുന്ന അന്നന്നാളത്തെ ആഹാരത്തിന് വേണ്ടി ഉപജീവനം നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട സാധുജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇംഗ്ലീഷിലുള്ള ഈ റിപ്പോർട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഈ ഒരു പാനൽ ഒരു കാര്യം പറയുകയാണ്, ഇത് അതാത് ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം 67% വരുന്ന ഏരിയാസും എക്കോ സെൻസിറ്റീവ് ഏരിയയാണ്, അതായത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുമ്പോൾ ആ ഒരു പദത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം, അതായത് പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മൈനിങ്ങോ കോറിയിങ്ങോ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവിടെ യാതൊരു വിധത്തിലുള്ള മൈനിങ് പാടില്ല, കോറിയിങ് പാടില്ല, ഖനനം, അതുപോലെ തന്നെ കോറികളൊന്നും പാടില്ല, പ്ലാസ്റ്റിക് നിരോധിക്കണം. അത്തരത്തിലുള്ള പിന്നെ യൂക്കാലി മരങ്ങൾ, അവിടെ കൃഷി ചെയ്യുന്ന യൂക്കാലി മരങ്ങളൊക്കെ അതുപോലുള്ളതൊന്നും അവിടെ കൃഷി ചെയ്യാൻ പാടില്ല. പ്രധാനമായിട്ടും മണൽ വാരൽ നിർത്തണം, പ്ലാസ്റ്റിക് നിരോധിക്കണം. അതുപോലെ തന്നെ ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ബിൽഡിങ്സ് ഒക്കെ നിർമ്മിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രധാനമായും ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നേച്ചറിനെയാണ്. ഒരിക്കലും ഇത് വലിയ വലിയ മാഫിയകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലോബികൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊന്നും ഫേവർ ആയിട്ടുള്ള ഒരു കാര്യവും തന്നെ ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. പ്രധാനമായും ഒരു ഖനനം അല്ലെങ്കിൽ കോറികൾ, മണൽ വാരൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ വലിയ വലിയ മാഫികളുണ്ട്. അതുവഴി അവർ എത്രത്തോളം പണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല ഈ വയനാട്, ഇടുക്കി പോലുള്ള ഇത്തരത്തിലുള്ള പ്രകൃതി മനോഹരമായ ജില്ലകൾക്ക് കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ, ടൂറിസം എന്നുള്ളതിന് പേരിൽ റിസോർട്ടുകളൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ റിസോർട്ടുകളൊക്കെ പണിയുകയും അതിൻ്റെ പേര് ഡീഫോറസ്റ്റേഷനും കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ പിടിപാട് ഉള്ളവർക്കോ ഇത്തരത്തിലുള്ള മണൽ മാഫിയകൾക്കോ അല്ലെങ്കിൽ ലോബികൾക്കോ പ്രൈവറ്റ് ലോബികൾക്കോ അവർക്കൊന്നും ഗുണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെച്ചം ഉണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലോബികളും ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെ യാതൊരു വിധത്തിലുള്ള നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പകരം അവർക്കുണ്ടാവാൻ പോകുന്നത് ദോഷം മാത്രമാണ്. കാരണം ഈ കോറിയിങ്, അതുപോലെ തന്നെ ഖനനം ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനനുസരിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം ചെയ്യിക്കുന്ന ഇത്തരത്തിലുള്ള ഹൈലാൻഡ് ഏരിയസ്, പ്രധാനമായിട്ടും ഈ ഉരുൾപൊട്ടൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹൈലാൻഡ് ഏരിയസ് ആയ ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പിന്നെ മറ്റു ജില്ലകളിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്രയും മലമ്പ്രദേശങ്ങളും അങ്ങനെയുള്ളിടത്തൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ പ്രൈവറ്റ് ലോബികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പാവപ്പെട്ട അന്നന്നാളത്തെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള ഭക്ഷണം അതിനു വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങളായ ജനങ്ങളെ അവരെ പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. അതായത് ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്നത് വഴി അത് ഈ ഫാർമേഴ്സിന്, കൃഷിക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതുവഴി നിങ്ങളുടെ വീട് പോകും, സ്ഥലം പോകും, നിങ്ങളുടെ കാർഷിക ഭൂമി പോകും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാതെ നിങ്ങളെ തന്നെ ഇവിടെ നിന്നും തുരത്തി ഓട്ടിക്കും, ഇവിടെ നിന്നും മാറ്റും എന്നുള്ള തരത്തിലൊക്കെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതോടുകൂടി ഈ കർഷകർക്ക് അത് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സാധുജനങ്ങൾക്ക് അത് അത്തരത്തിൽ ചിന്തിക്കാനുള്ള അത്രയൊന്നും അവരോട്ട് ചിന്തിക്കുകയുമില്ല. അങ്ങനെ അവരെയൊക്കെ പേടിപ്പിച്ച് ഈ പ്രൈവറ്റ് ലോബികൾ അവരെ ഈ കർഷകരെ മുൻനിർത്തിക്കൊണ്ട്
അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെ സൃഷ്ടിച്ചു, സമരങ്ങളൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള കലാപങ്ങളും ഈ പ്രക്ഷോഭങ്ങളൊക്കെ ആയതോടുകൂടി ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് അവിടെ നിർത്തിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് കുറച്ച് പണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് കൊടുത്താൽ അവർ കണ്ണടച്ചിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതില്ല. അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരികളുടെയും ഒക്കെ പിൻബലത്തോടുകൂടി പ്രൈവറ്റ് ലോബികൾ ഈ കർഷകരെ മുൻനിർത്തി സമരം നടത്തുകയും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അവിടെ നിർത്തിക്കുകയും അല്ലെങ്കിൽ നടപ്പിലാക്കാതെ പോവുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഗവൺമെന്റ് മറ്റൊരു നയം കൂടി ഒരു പാനലിനെ രൂപീകരിക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതായത് ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഇതും പിന്നെ അവിടെയുള്ള ആ നേച്ചറിനെയും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസ്തൂരി രംഗൻ ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന വ്യക്തിയായിരുന്നു ഇതിന്റെ പ്രധാനമായ ഹെഡായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നുള്ള പേര് വന്നതും. പക്ഷേ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കൂടുതലായിട്ടും അങ്ങനെ നേച്ചറിനെ ഫേവർ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല. പകരം പ്രൈവറ്റ് ലോബികൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടെന്ന് അല്ലെങ്കിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഒരു കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പൂർണ്ണമായും നേച്ചറിനെ അല്ലെങ്കിൽ എൻവിയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻവിയോൺമെന്റിനെ സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട റിപ്പോർട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കൂടുതലുമായിട്ടും വികസനം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ്, കോറിങ്, മൈനിങ് അത്തരത്തിലുള്ള അതായത് നേച്ചറിനെ ഏറ്റവും കുറച്ചുകൊണ്ട് പ്രധാനമായും ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് ജില്ലയിലെ ചൂരൽമല അല്ലെങ്കിൽ അവിടെയുള്ള ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ അവിടുത്തെ പ്രദേശം എന്ന് പറയുന്നത് എത്ര ഭംഗിയുള്ളതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഈ ഭംഗിയുള്ള പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ മരങ്ങളുമൊക്കെ വെട്ടിത്തളിച്ച് അല്ലെങ്കിൽ അവിടെ ഖനനവും കോറിയും ഒക്കെ നിർമ്മിച്ച് മണൽ വാരിയും ഒക്കെ ആ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവസാനം ഈ എക്കോ സെൻസിറ്റീവ് ഏരിയയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് കൂടി നമ്മൾ നമ്മുടെ ചൂഷണം കൈകടത്തുമ്പോൾ തീർച്ചയായും പ്രകൃതി അതിനോട് റിയാക്ട് ചെയ്യും. കാരണം നമ്മുടെ അവിടെയുള്ള സോയിൽ എന്ന് പറയുന്നത് വളരെയധികം വീക്കായിട്ടുള്ള സോയിലായിരിക്കും. ഈ കോറികളും ഖനനവും പാറ പൊട്ടിക്കലൊക്കെ ഉള്ളയിടത്തെ സോയിൽ എങ്ങനെയാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ മണ്ണ് വളരെയധികം വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള മണ്ണ് അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുകയാണെങ്കിൽ ആ മണ്ണ് ഉരുതി വന്ന് ഇത്തരത്തിലുള്ള വലിയ വലിയ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും. ഒരു പക്ഷേ അന്ന് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് പൂർണ്ണമായും ആ ഒരു റിപ്പോർട്ട് അനുകരിക്കണം എന്നല്ല, എങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് പകരമായി ആ ഒരു റിപ്പോർട്ടിന് പകരം മറ്റൊരു റിപ്പോർട്ട് വരുന്നു. അവസാനം അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് 2018 ഫ്ലഡ് വന്നത്. അതിനുശേഷം ഒരുപാട് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ വലിയൊരു രീതിയിലുള്ള ലാൻഡ് സ്ലൈഡും സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞത് കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ പ്രകൃതി ഇപ്പോഴും മനോഹരതയോടുകൂടി അല്ലെങ്കിൽ ഇപ്പോഴും സ്ട്രോങ് ആയി അവിടെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ കാലം അവസാനിക്കുന്നില്ല, ലോകം അവസാനിച്ചിട്ടില്ല. ഇനിയും ഓരോ കാലവർഷങ്ങൾ വരുമ്പോഴും എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നതിനെ പറ്റി ഇപ്പോൾ തന്നെ ഒരു മുൻകരുതൽ എടുക്കണം. കാരണം അത്രത്തോളമാണ് പ്രൈവറ്റ് ലോബികൾ അവരൊക്കെ ഈ കർഷകരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യം നേടുകയും അവരൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലേക്കും നിലകളിലൊക്കെ എത്തിയിരിക്കുന്നു. പക്ഷേ പാവങ്ങളായ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആ മണ്ണിനടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ഇന്നലെ ലാൻഡ് സ്ലൈഡിൽപ്പെട്ട ആ പാവപ്പെട്ട സാധു ജനങ്ങൾ അവർക്കാണ് ഒന്നും ഇല്ലാതെ പോയതും അവരാണ് ഒന്നും ആവാതെ പോയതും. പക്ഷെ പ്രൈവറ്റ് ലോബികളൊക്കെ അവരവരുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറി. സോ ഇനിയും ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ചിന്തിച്ച് മുൻകരുതലുകൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ
എത്രത്തോളം തെറ്റുണ്ടാകും എന്നതിനെ പറ്റി എനിക്കറിയില്ല. കാരണം ആഴത്തിൽ സംസാരിക്കാൻ അറിയില്ല എന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറിയൊരു അറിവ് വെച്ച് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രേക്ഷകർ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.